കേരളത്തിന്റെ 18ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള IDSFFK ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര മേഖലകളിലെ മികച്ച സൃഷ്ടികളെ ആഗോള പ്രേക്ഷകരുമായി ബന്ധിപ്പിക്കുന്ന കേരളത്തിൻ്റെ ഒരു അഭിമാന ചലച്ചിത്ര വേദിയാണ് ഈ രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള. തിരുവനന്തപുരത്ത് കൈരളി, ശ്രീ, നിള തിയേറ്ററുകളിലായിട്ട് മേള സംഘടിപ്പിക്കാനാണ് അതിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മുടെ മേള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡോക്യുമെന്ററി ഹ്രസ്വചിത്രങ്ങൾക്കായിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരേ ഒരു രാജ്യാന്തര ചലച്ചിത്രമേള എന്ന സവിശേഷത നമ്മുടെ IDSFFK ഉണ്ട്, നമുക്ക് നിലവിലുണ്ട്. മറ്റൊന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്, എന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഈ മേളയിൽ പുരസ്കാരം നേടുന്ന ഡോക്യുമെന്ററി ചിത്രങ്ങൾക്ക് അക്കാദമി അവാർഡുകളുടെ ഓസ്കർ മത്സരത്തിലേക്ക് നേരിട്ട് പരിഗണിക്കുന്നു എന്നുള്ള സവിശേഷത ഉള്ളതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വേദി കൂടിയാണ് കേരളത്തിൻ്റെ രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള. ഈ വർഷത്തെ മേളയിലേക്ക് ഇതിനകം 1741 എൻട്രികളാണ് ലഭിച്ചിട്ടുള്ളത്. 1741 എൻട്രികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും എന്നുള്ള എൻട്രികളുണ്ട്. മത്സര വിഭാഗം, മത്സരേതര വിഭാഗം, മലയാളം മത്സരേതര വിഭാഗം എന്നിവയിലേക്കുള്ള ഏറ്റവും മികച്ച ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ, അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സെലക്ഷൻ കമ്മിറ്റി വിവിധ വിഭാഗങ്ങൾക്കായി നമ്മൾ നിയോഗിച്ചിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റി ഈ 1741 സിനിമകളും കാണുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ നിന്നും ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഈ സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളാണ് മേളയിലെ മത്സരങ്ങൾക്കായിട്ട് വരുന്നത്. അതിനു വേണ്ടിയിട്ട് ലോങ് ഡോക്യുമെന്ററി, ഷോർട്ട് ഡോക്യുമെന്ററി, ഷോർട്ട് ഫിക്ഷൻ, ആനിമേഷൻ, മ്യൂസിക് വീഡിയോ, ക്യാമ്പസ് ഫിലിംസ് എന്നീ വിഭാഗങ്ങളിലാണ്. ഈ ഓരോ വിഭാഗത്തിനും പ്രത്യേക സെലക്ഷൻ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓരോ വിഭാഗത്തിലെ പ്രത്യേക സെലക്ഷൻ കമ്മിറ്റി ഈ സിനിമകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്നതിൻ്റെ കൂടി സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 2 മുതൽ 7 വരെ ഈ മേള സംഘടിപ്പിക്കുന്നത്. അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹായവും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ മാസം തന്നെ പ്രധാന അക്കാഡമിയിലെ എല്ലാം തലപ്പത്തേക്ക് അതിൻ്റെ ചുമതലയിലെ ആളുകൾ വരുന്നതിനുള്ള അവസാന ഘട്ട നടപടിയിലേക്ക് പോവുകയാണ്. IFFK പക്ഷേ അതിൻ്റെ പേരിൽ, അക്കാഡമിയുടെ നിയമനങ്ങളുടെ പേരിൽ IFFKയുടെ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് 1 IFFKയുമായി ബന്ധപ്പെട്ട എൻട്രികൾ ക്ഷണിക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 സിനിമകൾ ക്ഷണിക്കുന്നതിനുള്ള വിജ്ഞാപനം ഓഗസ്റ്റ് 1 നമ്മൾ പുറത്തിറക്കും. ഡിസംബർ, എല്ലാവർക്കും അറിയുന്നത് പോലെയുള്ള ഡിസംബർ മാസം ആദ്യം തന്നെ തിരുവനന്തപുരത്ത് തന്നെ, ആ കൺഫ്യൂഷനും കൂടെ ഞാൻ ഒരിക്കൽ കൂടി അവസാനിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് തന്നെ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കും. അതിനുള്ളിലല്ല, ഈ മാസത്തിൽ തന്നെ പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് അതിൻ്റെ ചുമതലക്കാരെ നിയോഗിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനവും വരും. അത് പ്രവർത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവും ഒക്കെ ആയിട്ട് തന്നെ വരും. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എല്ലാം വരും, ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവും എല്ലാം വരും.
സാഹിത്യ അക്കാദമി, അതുപോലെ KSFDC അക്കാദമി, ഈ സ്ഥലങ്ങളിലെ കരാർ നിയമനങ്ങളുമായി അക്ഷരങ്ങൾ വരുന്നു. ധനകാര്യ പരിശോധന വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ എന്താണ് ഫർദർ ആക്ഷൻ? അതെല്ലാം പരിശോധിക്കുകയാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് നിയമനങ്ങളുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും പരിശോധിച്ച് ആവശ്യമുള്ളത് നിലനിർത്തും, ആവശ്യമില്ലാത്തത് സ്ഥാപനങ്ങൾക്ക് ബാധ്യതയായി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കും. ആളുകൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനം പ്രവർത്തിക്കേണ്ട, സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ പ്രവർത്തിക്കട്ടെ. ഇതാണ് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. ഈ ആളുണ്ടായതുകൊണ്ട് ഈ സ്ഥാനം ഉണ്ടാകണം. ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഓരോ സ്ഥാനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്, എന്നിട്ട് അവർ അത് കൊണ്ടുപോവുകയാണ്. അത് പറ്റില്ല. സ്ഥാപനത്തിൻ്റെ മെച്ചപ്പെട്ട നടത്തിപ്പിന് ഒരാളെ വേണം, അല്ലെങ്കിൽ ഒരാളുടെ അനിവാര്യതയുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ ആവശ്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. 100-125 ആളുകളെയൊക്കെ പല സ്ഥാനത്തും വെച്ചിരിക്കുകയാണ്, പല സ്ഥാപനങ്ങളിലും. ഇവരെന്താ ചെയ്യണമെന്നുള്ളതൊക്കെ പരിശോധിക്കണ്ടേ? പരിശോധിച്ചിട്ട് അതിൽ ആവശ്യമുള്ള ആളുകളെ നിലനിർത്തും, ആവശ്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കും. അല്ല, അത് പരിശോധിക്കണം. ഞാനിപ്പം കയറി അതിനൊരു അഭിപ്രായം പറയുന്നില്ല. മെറിറ്റായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇനി അവരുടെ ഒന്നും പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഈ സർക്കാർ ഒരു മെറിറ്റുള്ള ഒരാളെ ഒരു സ്ഥാനത്ത് നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള ഒരു വൈരനിര്യാതന ബുദ്ധിയൊന്നുമില്ല, മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു മെറിറ്റും ഇല്ലാതെ ഈ സ്ഥാപനങ്ങളിലെല്ലാം ഇങ്ങനെ വ്യാപകമായ ആളുകളെ നിയമിച്ചിരിക്കുന്ന ഒരു സമീപനമുണ്ട്, ഒരു രീതിയുണ്ട്. അതിലൊരു മാറ്റം വരണം. KSFDCയുടെ പ്രവർത്തനങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ്. ഇപ്പൊ തിയേറ്ററുകളുടെ കാര്യം തന്നെ എടുക്കാം. പുതിയ തിയേറ്ററുകൾ ഒരു കിഫ്ബി പ്രോജക്റ്റാണ്. അതിനൊരു റീപേയ്മെന്റ് എഗ്രിമെന്റ് ഇല്ല. റീപേയ്മെന്റ് എഗ്രിമെന്റ് ഇല്ലാത്ത കാരണം തുടങ്ങിയ തിയേറ്ററുകളെല്ലാം പാതി വഴിയിലാണ്. പല സ്ഥലത്തും, കായംകുളത്തുണ്ട്, വൈക്കത്തുണ്ട്, അങ്ങനെ കേരളത്തിലെ പല സ്ഥലത്തും കിഫ്ബി പ്രോജക്റ്റ് ആയിട്ടാണ് ഇത് വന്നത്. പക്ഷേ റീപേയ്മെന്റ് എഗ്രിമെന്റ് ഇല്ലാതെ ആയത് കാരണം പണം റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല അടുത്ത ഘട്ടത്തിലേക്ക്. ഇതെല്ലാം തുടങ്ങി പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. പൂർത്തിയാക്കാതിരിക്കാൻ പറ്റൂ? ഇല്ലെങ്കിൽ ഈ മുടക്കിയ പകുതി പൈസ പൊതുപ്പണമല്ലേ, അത് നഷ്ടമാകില്ലേ? അപ്പൊ അതിന് മീറ്റിംഗ് എടുത്ത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി കൂടിയാണ്, അദ്ദേഹത്തിൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് വേണം ഇത് എങ്ങനെയാണ് ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കേണ്ടി വരുന്നത്. അവിടെ തന്നെ ചിത്രാഞ്ജലിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി വഴിയിലാണ്, അത് പൂർത്തിയാക്കണം. പക്ഷെ അവർ ഉപയോഗിക്കുന്ന ലൈറ്റുകളൊക്കെ 95-100 കാലത്തുള്ള ലൈറ്റുകളാണ്, ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ LED ലൈറ്റുകൾ, ഷൂട്ടിംഗ് ക്യാമറകൾ, പഴയ സിസ്റ്റം, ഡിജിറ്റൽ സിസ്റ്റം. അവരിപ്പോഴും കുറെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഷൂട്ടിങ്ങാണ് അവിടെ നടക്കുന്നത്. അതിനകത്ത് 10 മണിക്ക് നടക്കുകയാണെങ്കിൽ ഷൂട്ടിംഗ് എല്ലാം നടക്കും. ആ സംവിധാനം പറഞ്ഞിട്ടുണ്ടാവും. ഉറപ്പായിട്ട് വരാം, ചിത്രാഞ്ജലിയിൽ വരാം. ചിത്രാഞ്ജലിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളതിനെ കുറിച്ച് തീരുമാനമെടുക്കാം. അതെ, ഇവർക്ക് 90 ലക്ഷം രൂപയാണ്, ബാക്കി 60 ലക്ഷം രൂപ പബ്ലിസിറ്റി എന്ന് പറഞ്ഞു മാറ്റി വെക്കുന്നതായിട്ട് അവരുടെ പരാതി. സുബി ചടങ്ങി കൊടുത്തിട്ടുണ്ട്, വേറെ സനോജ് പരാതി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പരാതികളുണ്ട്. ഇതിനൊരു യാതൊരു തരത്തിലും പരിശോധനയും നടക്കും. അതുകൂടാതെ അവിടുത്തെ ജീവനക്കാർ അടക്കം ഒരുപാട് പരാതികൾ നേരത്തെ കൾച്ചറൽ ഓഫീസർ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കും. ആ പദ്ധതിയും 2023 ശേഷം പിന്നീട് അതിന് പണം അനുവദിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. സെലക്ഷൻ കിട്ടിയവർക്കും പണം കിട്ടാത്ത സ്ഥിതിയുണ്ട്. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് സിനിമ ചെയ്യാനുള്ള അനുവാദം കിട്ടിയവർ, നിസാർ പറഞ്ഞ മുഴുവൻ പൈസ കിട്ടാത്തതും, അവരുടേതായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ ഞാൻ പരിശോധിച്ചിട്ടില്ല, പരിശോധിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ
അവർ വഴിയല്ല ഇതിന്റെ വിനിയോഗം നടന്നത്. പണം അവർക്ക് അനുവദിച്ചെങ്കിലും പിന്നെ അതിന്റെ നിർവഹണവും കാര്യങ്ങളും എല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തിൽ അല്ലാതെ വിനിയോഗിക്കപ്പെട്ടത് കാരണം അവരുടെ ചലച്ചിത്ര നിർമ്മാണത്തിന് അവർ പ്രതിസന്ധി പല രൂപത്തിൽ നേരിട്ടു എന്ന കാര്യം ഈ പദ്ധതിയുടെ ഭാഗമായി സിനിമ ലഭിച്ച ആളുകൾ അവരെല്ലാം എന്നെ ഒന്ന് കണ്ടിരുന്നു. ഇവിടെ ഇല്ലാത്ത ആളുകളുണ്ട്, ചില ആളുകൾ വിദേശത്താണ്. ഇപ്പം അവർ വിദേശത്ത് നിന്ന് ബന്ധപ്പെട്ടിരുന്നു. അത് പരിശോധിക്കാം, അത് പരിശോധിച്ച് തീരുമാനം എടുക്കാം അതിനകത്ത്. ആ പദ്ധതി വളരെ നല്ല മാതൃകാപരമായ പദ്ധതിയായിരുന്നു. അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് കൂടി കാര്യം ആലോചിക്കാം. ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഈ KSRTC നൽകിയ വിശദീകരണം ഒട്ടും യുക്തിഭദ്രമല്ല. കാരണം 60 ലക്ഷം രൂപ മാർക്കറ്റിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്നു. മിനിസ്റ്റർ പറഞ്ഞു നോക്കിയോ, എത്ര പോസ്റ്ററുകളാ ഈ ഇറക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോർഡിങ്സ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററിൽ എന്തെങ്കിലും പബ്ലിസിറ്റി ഉണ്ട്? അതൊന്നുമില്ലല്ലോ. നമ്മൾ സാധാരണ പ്രൊമോഷൻ സിനിമയ്ക്ക് പോലും 60 ലക്ഷം രൂപയാണ്. അത് ഇങ്ങനെ എടുക്കുന്നു. അതാണ് അത് ഞാനൊരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ്. അവർ അനുവദിക്കപ്പെട്ട തുകയുടെ വിനിയോഗത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ വന്നൊരു കാര്യം അതിൻ്റെ സംവിധായകർ തന്നെ പരാതിയായി ഉന്നയിച്ചിട്ടുണ്ട്. പരിശോധിക്കാം. അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും ഈ ഡിസൈനിൽ കൊണ്ടുപോകണോ, ഇത് റീഡിസൈൻ ചെയ്യണോ എന്നുള്ള കാര്യം ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാം. അതുകൊണ്ട് അത് കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള പരാതി അതിൻ്റെ ഭാരവാഹികളും സാംസ്കാരിക പ്രവർത്തകരും വന്ന് കണ്ട് നൽകിയിരുന്നു. അത് പരിശോധിക്കുന്നുണ്ട്, പരിശോധിച്ച് നടപടി സ്വീകരിക്കും. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആണ് ഈ താൽക്കാലിക ജീവനക്കാരെ, സെക്യൂരിറ്റിക്കാരുടെ കാര്യമല്ലേ പറഞ്ഞു, അവരെ നിയമിച്ചത്. കഴിഞ്ഞ സർക്കാർ തന്നെ അവരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ആ ഉത്തരവ് നടപ്പിലായില്ല. ആ ഉത്തരവാണ് കെഫ്കോൺ എന്ന് പറഞ്ഞ ഒരു ഏജൻസിനെ സുരക്ഷ മറ്റു ചുമതല ഏൽപ്പിക്കാനാണ് കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചത്. ഈ സർവീസ്മെന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംവിധാനമാണെന്നാണ് ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഈ സർക്കാർ വന്നപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടെടുത്ത സർക്കാർ ഉത്തരവ്, ഉദ്യോഗസ്ഥ സംവിധാനം സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെന്റ് തുടർച്ചയാണല്ലോ, അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. വന്ന പ്രചരണം ഈ സർക്കാർ വന്നപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെച്ച ആളുകളെല്ലാം പിരിച്ചുവിട്ടു, വേറെ ആളുകൾക്ക് ചുമതല കൊടുത്തു എന്ന് വെച്ചിട്ടാണ് അവിടെ സമരം നടക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവര് മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, അവര് എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം ഈ സർക്കാർ വരുമ്പം ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെ അതെ, അല്ലാതെ ഇടപെടത്തില്ലെന്നല്ല പറഞ്ഞത്. അത് കാര്യം ഞാൻ വിശദീകരിച്ചതാണ്. ഈ സർക്കാർ വന്ന് ആരെയും പിരിച്ചുവിട്ടതല്ല. അവരുടെ ചുമതലയിൽ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു, ജിയോ ഇറക്കി. ആ തീരുമാനം ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യം പരിശോധിക്കാം. നമ്മൾ ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ ഉത്തരവ് നമ്മൾ ഉദ്യോഗസ്ഥ സംവിധാനം അവർ തുടരുമല്ലോ, നടപ്പിലാക്കും. അത്രയേ ഉള്ളൂ, അത്രയും സംഭവിച്ചിട്ടുള്ളൂ. പരിശോധിക്കാം. അപ്പം നിയമിച്ച ആൾക്കാർ അവിടെ ജോലിക്ക് ചെല്ലുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമനം ലഭിച്ച ആളും അവിടെ ജോലിക്ക് ചെല്ലുകയാണ്. കഴിഞ്ഞ സർക്കാർ നിയമിച്ച് ഒഴിവാക്കിയവരും അവിടെ നിൽക്കുകയാണ്. അതാണ്. അപ്പൊ അതും എല്ലാം പരിശോധിക്കണം. നോക്കാം, പരിശോധിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യമാണ് യഥാർത്ഥത്തിൽ. ഇതിനെല്ലാം ഞാൻ പരിശോധിക്കുമ്പോൾ ഒരു നിയമമില്ല, ഈ കാര്യത്തിലില്ല. നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഈ അഡ്വഞ്ചർ ടൂറിസം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ളൊരു ലോ ഇല്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്, കേരളത്തിലൊരു നിയമമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഈ കാര്യത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് പലയിടത്തും ഇടപെടാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ തന്നെ വെഞ്ഞാറമൂട് ഒരു അപകടം ഉണ്ടായി. നമ്മൾ ആരോടെ പറഞ്ഞേ? LSTD ഡിപ്പാർട്ട്മെന്റിനോട് അവർ കൊടുത്ത ലൈസൻസ് തൽക്കാലത്തേക്ക് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഈ സ്ഥാപനം അല്ലേ, ഒരു അമ്യൂസ്മെന്റ് പാർക്കാണല്ലോ അത് അവർ ഉണ്ടാക്കുന്നത് വരെ അവരുടെ ക്യാൻസൽ കൊടുത്ത അനുവാദം ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് LSTDയോട് പറയാനേ പറ്റുന്നുള്ളൂ. കാരണം അവരാരും ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു അനുവാദവും വാങ്ങുന്നില്ല, വാങ്ങേണ്ടതുമില്ല.
നിലവിലുള്ള നിയമം അനുസരിച്ച്. അപ്പം നമുക്ക് അവർക്ക് അനുവാദം കൊടുക്കാത്ത കാരണം നമ്മുടെ അനുവാദം പിൻവലിക്കാനും പറ്റത്തില്ല. അപ്പൊ ആ സാഹചര്യത്തിലാണ് 17 പോളിസി ഉണ്ട്, പക്ഷെ ആക്ട് ഇല്ല. നമ്മൾ അതുകൊണ്ട് ഇതിനകത്തൊരു ആക്ട് കൊണ്ടുവരണം. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇത്തരം ആക്ടിവിറ്റീസ് ആണെങ്കിലും അപകടങ്ങൾ ഒരുപാട് താങ്കൾ സൂചിപ്പിച്ച പോലെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ടൂറിസത്തെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നോക്കുമ്പോൾ ടൂറിസം ആക്ടിവിറ്റിയാണ്, പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് അങ്ങോട്ട് വന്നില്ല. എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ച നിലയിലേക്ക് ആ പ്രോഡക്റ്റ്, പല പ്രോഡക്റ്റും നമ്മൾ അടുത്ത കാലത്ത് നമുക്കൊന്ന് ലോഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകാതെ പോയൊരു പ്രോഡക്റ്റ് അതാണ്. പല കാരണങ്ങളുണ്ട്, അത് പരിശോധിക്കാം. എന്തായാലും അത് നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലോ ഉദ്ദേശിച്ച രൂപത്തിലോ അത് വന്നില്ല. കാരവൻ ടൂറിസത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പരിശോധിക്കാം. അത് ഗ്ലാസ് ബ്രിഡ്ജിന്റെ വാഗമണ്ണിൽ ആണെങ്കിലും മൂന്നാറിൽ ഉണ്ട്. അതിലെല്ലാം അത് അവിടുത്തെ കളക്ടർമാരോട് അതിന്റെ സുരക്ഷാ പരിശോധന നടത്താൻ പറയുകയാണ്. ഈ കാര്യത്തിൽ അത് പരിശോധിക്കാതെ നമുക്കൊരു ഉത്തരവ് കൊടുക്കാൻ കഴിയില്ല. അത് സുരക്ഷാ പ്രശ്നമുള്ളതാണ്. അതിനകത്തെല്ലാം പരിശോധിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്.